ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. കുറേ സൺഡേസ് ആയിട്ട് ഭയങ്കര ബിസി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സൺഡേ എന്തായാലും ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട് ഞാൻ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. വീഡിയോസ് നിർത്തിയോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വീഡിയോസ് നിർത്തിയിട്ടൊന്നുമില്ല, അപ്പം അത് ടൈം കിട്ടിയില്ല. കുറച്ചധികം തിരക്കുകളായി. ഇപ്പം ഞാൻ സൺഡേസ് ആണ് കൂടുതലും പോയി വീഡിയോസൊക്കെ ഒരു 2-3 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഇടാറുള്ളത്. അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ 3-4 സൺഡേ ആയിട്ട് നല്ല ഒരു സൺഡേ കിട്ടിയില്ല എനിക്ക്. അതിനുമാതിരി തിരക്കായിപ്പോയി. അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഈ സൺഡേ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രിവാൻഡ്രം ഡയറീസിൻ്റെ ഒരു പ്ലേസ് കണ്ടായിരുന്നു. അപ്പം ആ സ്പോട്ടിലോട്ട് പോവാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ സ്ഥിര സ്പോട്ട് നെയ്യാഡാമാണ്. പക്ഷെ ഇന്ന് നെയ്യാഡാമിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ആ സ്പോട്ട് പോയി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം അങ്ങനെ ആരും പോയി റീൽസോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാൻ. ഇതിലിങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് എന്ന് കണ്ടതാണ്. റീൽസ് ആണ് മുഖ്യം. നമ്മൾ അങ്ങനെ റീൽസ് എടുക്കാൻ പോവാണ്. പോകുന്ന വഴിക്കാൻ നമ്മുടെ KFC ഉണ്ട്. അപ്പൊ പിന്നെ എന്തായാലും കൊറേ കാലമായി KFC കയറിയിട്ട്. മറ്റേ ഞാൻ ഇടയ്ക്ക് നല്ല KFC അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയതാ. ഇന്ന് എന്തോ KFC കഴിക്കാന്ന് വെച്ചു. അപ്പൊ നേരെ KFCയിലോട്ട് ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റിംഗ് ആണ്. ഫുഡ് ടൈമാണ്. കഴക്കൂട്ടം KFCയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫേവറേറ്റ് സ്പോട്ടാണ്. ഏറ്റവും ഈ ഒരു സീറ്റിൽ നല്ല ആംബിയൻസ്, പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റമാണ് ക്ലാസിക് ഫുഡ്. അത് കഴിഞ്ഞ് എനിക്ക് വേറൊന്നും ഉള്ളൂ. പിന്നെ കുറച്ച് ഹോട്ട് ആൻഡ് ടേസ്റ്റി ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോവുക. നമ്മൾ പോകുന്ന സ്ഥലത്തിന് പേരെന്താ? നീലമംഗര വാക്വേ എന്നാണ് പറയുന്നത്. ഞാനൊരു റീൽസ് കണ്ടതിന്റെ ബേസിലാണ് പോകുന്നത്. പോയി നോക്കാം. ഞാനങ്ങനെ അധികമൊന്നും കേട്ടിട്ടില്ല അതിനെ പറ്റി. എന്ന് വെച്ചാൽ അങ്ങനെ മറ്റേ ട്രിവാൻഡ്രം ഡയറീസിൽ വന്നതാണ്. മറ്റേ അവരുടെ ചാനലിൽ വന്നതാണ്. കണ്ടപ്പോൾ നൈസാണെന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്താണെന്ന് അറിയാലോ. ഇനി പോകുമ്പോൾ അറിയാം തിരക്കാണോ അല്ലയോ. നമ്മളിപ്പോൾ ലുലു പാസ് ചെയ്ത് പോവുകയാണ്. നല്ല തിരക്കുണ്ട്. അവിടെ മറ്റേ 50% ഓഫ് കിടക്കുവാണ്. ഏതൊക്കെയോ ബ്രാൻഡുകൾക്ക് ഓഫുണ്ട്. നല്ല സെയിൽ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക്. പാർക്കിങ്ങിന്റെ റോഡിന്റെ സൈഡിൽ വരെ ആയിട്ടുണ്ടല്ലേ. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പെടും. ഗൈസ്, നമ്മളാ ഹിഡൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് പോയി കാണാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നീലമംഗര. അതാണ് എക്സാക്ട് നെയിം. ഇത് നമ്മുടെ കരമനയാണ്. ഞാൻ ഒരുപാട് തവണ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്പോട്ട് ഇതുവരെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. കൊള്ളാം, കുഴപ്പമില്ല. നല്ല സ്ഥലമാണ്. നല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വൈകിട്ട് ഈവനിങ് ഒക്കെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല സമാധാനമുള്ളൊരു സ്ഥലം. ഇത് കരമന 6 ഈ കാണുന്നത്. ഇനി നമുക്ക് ഇറങ്ങി ആ റിവറിലോട്ട് പോകാം. കരമനയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബോർഡ് വായിക്കട്ടെ. പുറമേ സുന്ദരവും ശാന്തവും എങ്കിൽ നിരവധി ജീവനുകൾ ഈ നദിയിൽ പിഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ആൾ നിങ്ങളാകരുത്. ഓർക്കണം, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം ജലാശയത്തിൽ ഇറങ്ങരുത്. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ഈ ജലാശയത്തിൽ ഇനിയൊരു ജീവൻ പുതിയതിരിക്കട്ടെ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കറക്റ്റാണ് കേട്ടോ. എന്ത് ആഴമാണെന്ന് നോക്കിയാൽ നീലമംഗലം വാക്വേ എന്ന് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വണ്ടി കടത്തിയിടില്ല. കണ്ട വാക്ക് വേ ആണ്. ഉള്ളി നടന്നു പോകാനേ പറ്റത്തുള്ളൂ. നൈസായിട്ടുണ്ട്. സ്ഥലം ഇഷ്ടപ്പെട്ടാ കൊള്ളാവോ? എന്താ അഭിപ്രായം? പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഒരുപാട് തിരക്കില്ലല്ലേ? ഇല്ല, തിരക്കില്ല. ഈ അവിടെ വരെ വണ്ടിയുള്ളൂ. ഇങ്ങോട്ടുള്ള സ്പോട്ട് നമ്മൾ നടന്നു തന്നെ പോകുന്നത്. അതായത് വാക്ക് വേ എന്നുള്ള അതിന് കൊടുത്തിരിക്കുന്നത്
മെയിൻ റീസൺ അതാണ്. നമ്മൾ മെയിൻ എൻട്രൻസ് കാണുമ്പോൾ ആ കുറച്ച് ഭാഗത്ത് മാത്രമേ ആ ഒരു അത്ര നമുക്ക് പെട്ടെന്ന് അട്രാക്ഷൻ വരും. ഈ വാക്ക് വേ ഒരു പേര് കൊടുത്തേക്കുന്നതിന് കാര്യം നടന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. വണ്ടിയിൽ വന്നു പോകണമെന്നല്ല, നടന്ന് തന്നെ പോയി കാണണം. അത് രസമുണ്ട് പോകാൻ. ഈ പ്ലേസിന് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ആവുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് നമുക്ക് 1, 2, 3, 4 ഒരേ കണക്കത്തെ കുറച്ച് ആ ഒരു തണൽ വൃക്ഷങ്ങളുണ്ടല്ലോ, അതാണ് ഈ പ്ലേസിന് കൂടുതലൊരു മനോഹാരിത വരുന്നത്. ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ വന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു ഈവനിങ് ടൈം ആയി തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അധികം ആൾക്കാരൊക്കെ ഈ സ്പോട്ടിനെ പറ്റി അറിഞ്ഞു വരുന്നതേ ഉള്ളായിരിക്കും. എന്നാലും ഓക്കെയാണ്, ഓക്കെ പ്ലേസ്. എനിക്കിഷ്ടപ്പെട്ടു. കാര്യം കുറച്ച് നാളത്തെ ഒരു ബിസി ലൈഫിനിടയ്ക്ക് വന്നിട്ട് ഒരു പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റും. ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പോയാലോ? പോയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ.